അസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾക്ക് വിഷമമായി തോന്നുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അത് വിഷമമാണ്, അത് നിങ്ങൾക്ക് എപ്പോഴും ഖൈറായിരിക്കും. ഇതൊക്കെ അല്ലാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ്. അല്ലേ? അങ്ങനെയല്ലേ? സത്യല്ലേ? യഹ്ഫളില്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. യഹ്ഫളുക്, അപ്പോൾ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഈ ഹഫ്ള് എന്ന വാക്കാണ്, പക്ഷെ രണ്ടിന് രണ്ടർത്ഥം. യഹ്ഫളില്ലാഹ, നീ അള്ളാഹിനെ സംരക്ഷിക്കാനല്ല, നീ അള്ളാഹുവിനെ ശ്രദ്ധിക്കുക, അവൻ്റെ വാക്കുകളെ നീ പരിഗണിക്കുക. അപ്പോൾ യഹ്ഫളുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫളില്ലാഹ, പിന്നെയും പറഞ്ഞു യഹ്ഫളില്ലാഹ, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക. അപ്പോൾ തജിദുഹു, അവനെ നീ കണ്ടെത്തും. തിജാഹക, നീ എങ്ങോട്ട് തിരിഞ്ഞാലും. ഫഅയ്നു ഇനായാത്തിൽ ഇലാഹി ബിഫളിഹി ബിവദ്ബിൻ വമിസ്രിൻ ജാനിബി ദഹ്റത്തിൽ ഹലൂ. ഫഅയ്നു ഇനായാത്തിൽ ഇലാഹി, ഇലാഹായ തമ്പുരാന്റെ പരിഗണനകളുടെ കണ്ണ്, ബിഫളിഹി, അവന്റെ ഫള് കൊണ്ട്, ബിവദ്ബിൻ ഗ്രാമത്തിൽ, വമിസ്രിൻ പട്ടണത്തിൽ, ജാനിബി എന്റെ പാർശ്വത്തിൽ, അദ്ദഹ്റ കാലങ്ങളോളം, തൽഹലൂ നിരീക്ഷിച്ചുകൊണ്ടേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അപകടത്തിൽ ചാടൂല, റബ്ബിനെ നോക്കിക്കൊണ്ടേയുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയോ? ഇതൊരു ആകർഷണ വികർഷണത്താണ്. റബ്ബ് എന്നെ പരിഗണിക്കുന്നത് കൊണ്ട് ഞാൻ നശിക്കൂല, ഞാൻ റബ്ബിനെ പരിഗണിക്കൊണ്ട് റബ്ബിനെ ഒഴിവാക്കൂല. തിരിഞ്ഞിട്ടില്ല. ഓരോ ഗോളങ്ങൾക്കും ആകർഷണവും ഉണ്ട്, വികർഷണവും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ പൊസിഷനിൽ നിൽക്കും. ഇപ്പൊ എല്ലാ ഗോളങ്ങൾക്കും മറ്റൊരു ഗോളത്തെ ആകർഷിക്കാൻ കരുത്തുണ്ട്. ആകർഷണവും വികർഷണവും, ആകർഷണം മാത്രമേ ഉള്ളൂ, വികർഷണം അല്ലെങ്കിൽ ആ കൂട്ടിമുട്ടുക ഒരു സെക്കൻഡ് കൂട്ടിമുട്ടൂല. ആകർഷണവും ഉണ്ട്, വികർഷണവും ഉണ്ട്, ഓരോന്നിനുണ്ട്. അത് ഇലാഹിയായ ഹിക്മത്താണ്. അതുകൊണ്ട് ഗോളങ്ങൾ വർഷം സ്തജിരി ലിമുസ്തഖരില്ല, അതിന്റെ ഭ്രമണപഥത്തിൽ നിൽക്കാൻ കഴിയുന്നുണ്ട്. മനസ്സിലാവേണ്ട പറഞ്ഞത്, അള്ളാഹുവിന്റെ നിയമങ്ങളെ ഞാൻ സൂക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹ് എന്നെ പരിഗണിക്കുന്നുണ്ട്. അള്ളാഹു എന്നെ പരിഗണിക്കുന്നുണ്ട്, എനിക്ക് ആപത്ത് വരാതെ ഞാൻ നിലനിൽക്കുന്നുണ്ട്. ഞാൻ റബ്ബിനെ പരിഗണിക്കുന്നുണ്ട്, റബ്ബ് എന്നെ പരിഗണിക്കുന്നുണ്ട്. റബ്ബ് എന്നെ പരിഗണിക്കുന്നതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? റബ്ബ് പരിഗണിക്കുന്നത് എന്തുകൊണ്ട്? അവൻ ആരെ പരിഗണിക്കും? അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. എങ്ങനെയാ അള്ളാഹ് നിങ്ങൾ സഹായിക്കൽ? അള്ളാഹു സർവേശ്വരനല്ലേ. സർവേശ്വരന് എന്തിനാണ് സൃഷ്ടിയുടെ സഹായം? അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബിന്റെ നിയമങ്ങളെ സൂക്ഷിക്കണം. മനസ്സിലാണ്ട് പറഞ്ഞത് അതാണ്. ഇപ്പോൾ പഴയ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരുന്നു, നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങളെ സഹായിപ്പീൻ. ഞങ്ങളുടെ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് പോലീസ് സ്റ്റേഷൻ്റെ ചുമലിൽ എഴുതിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങളെ സഹായിപ്പീൻ. ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ ചുമരുമ്മൽ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങളെ സഹായിപ്പീൻ. എന്താ പറഞ്ഞ അർത്ഥം? നിങ്ങളെ ഞങ്ങൾ സഹായിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾക്ക് എത്തിച്ചേരണം. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ എന്താ പ്രശ്നമുള്ളതെന്ന് അന്വേഷിച്ചെടുക്കാൻ കഴിയൂല. നിങ്ങളൊരു പ്രശ്നം ഉണ്ടായാൽ ആരോട് വന്ന് പറയണം? അപ്പൊ ഒരു പ്രോബ്ലം ഉണ്ടായാൽ ആ പ്രോബ്ലം ഞങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കേണ്ടത്. അപ്പൊ പരസ്പരം ബന്ധമായി. അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നെങ്കിൽ ഒരു മഷിനോട്ടക്കാരനെ കൊണ്ട് പോലീസ് നടക്കുന്നുണ്ടോ? അതെ, ഓരോ പേരൻ്റെയും പോലീസ് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മഷിനോട്ടക്കാരനെയും കൊണ്ട് നടക്കുക. ഈ പേരിൽ പ്രശ്നമുണ്ടോ? മഷിനോട്ടക്കാരൻ പറഞ്ഞനുസരിച്ച് ആണോ ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അല്ല. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ അങ്ങനെ ഇരിക്കും, അവർക്ക് അത്രേ ബാധ്യതയുള്ളൂ. പെറ്റീഷൻ കൊടുക്കും, ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു, നമ്മളൊക്കെ കത്തിരക്ഷിക്കട്ടെ. അപ്പോൾ പോലീസുകാരെ സഹായിച്ചു. എന്താ പോലീസുകാരെ സഹായിച്ചത്? ഈ രാജ്യത്തിൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുക എന്നത് പോലീസിന് ഉത്തരവാദിത്തമാണ്. പക്ഷെ പോലീസിനെ സഹായിക്കണം. അതിന് എന്ത് ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ആരോട് പറയണം? പോലീസിനോട് ഒന്ന് പറയാം. അതാണ് പോലീസിനെ സഹായിക്കൽ. എന്തിനാണ് പറയണത്? പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നമ്മളെ സഹായിക്കും, ആ പ്രശ്നം പരിഹരിച്ചു തരും. അപ്പൊ അങ്ങനെ മനസ്സിലായ ഇവിടെ പോലീസ് ഇന്റലിജന്റ് ആയതുകൊണ്ടാണ് കള്ളന്മാരില്ലാത്തത്. കള്ളന്മാരുണ്ടെങ്കിലും ഇല്ല എന്ന് തന്നെ പറയാ. ഉണ്ടോ? ഉണ്ട്. നല്ലേ ഇല്ല. എന്തുകൊണ്ട്? അതിനും മാത്രം ഇവിടെ ഉള്ള കള്ളന്മാർ മുഴുവനാണ് വേട്ടയാടാൻ ഇറങ്ങണമെങ്കിൽ മനുഷ്യന്മാർ ഇവിടെ കടന്നുറങ്ങാൻ കഴിയും. പോലീസിന് മനുഷ്യന്മാർക്ക് പേടിയാണ്. ആരെ? പോലീസിനെ.
ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേനും ജനങ്ങൾ ആരോട് പോയി പറയും? പോലീസ് എങ്ങാനും പരിഗണിച്ചില്ലെങ്കിൽ ആക്ഷൻ ഒക്കെ പറ്റിണ്ടാക്കും, തലവേദനയാവും പോലീസിന്. അപ്പൊ ഈ പരസ്പരമുള്ള ബന്ധം ആണ് സത്യത്തിൽ. അതാണ് അപ്പ പറഞ്ഞത്. എന്ത് ഇലാഹിന്റെ പരിഗണനകളുടെ കണ്ണ് ബിഫദ്ലിഹി, ഇലാഹിന്റെ ഫദ്ലും ഔദാര്യം കൊണ്ട് ബിബദ്വിൻ, ഗ്രാമപ്രദേശത്തും മിസ്രിൻ പട്ടണത്തിലും, ജാനിബി എന്റെ പാർശ്വത്തിൽ, അദ്ദഹ്റ ഈ ഇന്നത്തെ വരെയുള്ള കാലങ്ങളോളം തലഹലു നിരീക്ഷിച്ചു പോരുന്നേ ഉണ്ട്. അതായത് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എന്നെ ആര് പരിഗണിക്കുന്നുണ്ട്? അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് റബ്ബെന്നെ നിരീക്ഷിക്കാൻ കാരണം? ഞാൻ ആരെ ശ്രദ്ധിക്കുന്ന ആളാണ്? അള്ളാഹുവിനെ. നമുക്കൊക്കെ പാടാണ്. നമ്മളൊക്കെ റബ്ബിനെ പരിഗണിച്ചാൽ റബ്ബ് നമ്മളെ പരിഗണിക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. റബ്ബിനെ പരിഗണിക്കുക. എന്താ റബ്ബിനെ പരിഗണിക്കാൻ? റബ്ബിനെ നിയമങ്ങൾ പാലിക്കുക. എന്നെ റബ്ബിനെ നിയമം എപ്പോഴും പാലിക്കണം. അപ്പൊ റബ്ബിനെ നീ യഹ്ഫദില്ലാഹ യഹ്ഫളുക യഹ്ഫദില്ലാഹ തജിദുഹു തിജാഹക്. ഇത് ഒരു വാക്കാണ്. ആരോട് പറഞ്ഞ വാക്കാണ് അറിയോ? നീ പറഞ്ഞുതരാം. യഹ്ഫദില്ലാഹ യഹ്ഫളുക യഹ്ഫദില്ലാഹ തജിദുഹു തിജാഹക്. ഇത് ഇബ്നു അബ്ബാസ് തങ്ങളോട് പുണ്യ റസൂൽ പറഞ്ഞ വാക്കാണ്. യഹ്ഫദില്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, യഹ്ഫളുക, അപ്പോൾ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഹഫ്ള് എന്ന വാക്കാണ്, പക്ഷെ രണ്ടിന് രണ്ടർത്ഥം. യഹ്ഫദില്ലാഹ, നീ അള്ളാഹിനെ സംരക്ഷിക്കാനല്ല, നീ അള്ളാഹുവിനെ ശ്രദ്ധിക്കുക, അവൻ്റെ വാക്കുകളെ നീ പരിഗണിക്കുക, അപ്പോൾ യഹ്ഫളുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ലാഹ, പിന്നെയും പറഞ്ഞു യഹ്ഫദില്ലാഹ, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക, അപ്പോൾ തജിദുഹു, അവനെ നീ കണ്ടെത്തും, തിജാഹക, നീ എങ്ങോട്ട് തിരിഞ്ഞാലും, നീ എവിടേക്ക് ഇറങ്ങിയാലും ആരെ കാണും? അള്ളാഹിനെ കാണും. കാരണം ഞാൻ അള്ളാഹിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് എനിക്ക് പരിഗണന കിട്ടിക്കാനേ പോകും. സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നവർ 20% ഉണ്ടാവും. 80% പക്ഷികളെ പോലെയാണ്. അതായത് ഇന്നെന്താണ് അന്നെന്നവർക്കറിയില്ല, പക്ഷേ അള്ളാഹു അവരെ ചെയ്തു കൊടുക്കും. ആണോ അല്ലേ? ഈ ലോകത്തുള്ള 20% ആളുകൾക്ക് മാത്രമേ ഉച്ചക്കും രാത്രിയുള്ള അന്നമുള്ളൂ. ബാക്കി 80% ആളുകൾക്ക് ഉച്ചക്കുള്ള അന്നത്തിന് ഒരു വഴി ഇന്നലെ അറിയില്ല. ഇന്ന് നേരം വെളുത്തപ്പോൾ ഇതിൻ്റെ വഴി ആരുണ്ടാക്കി? അല്ലാഹു. ഒക്കെ സത്യമാണ്. അതൊക്കെ വളരെ വലിയ സത്യമാണ്. അപ്പൊ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അപ്പൊ അള്ളാഹുവിനെ എന്നെ സംരക്ഷിക്കും. പിടിക്കണ്ട. ഇതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരോട് പുണ്യ റസൂൽ മുസ്തഫ പറഞ്ഞ വാക്കാണ്, മറക്കരുത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, യഹ്ഫളുക, അപ്പോൾ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. പേടിക്കന്നെ വേണ്ട ഒരു കാര്യം ആര് നടത്തും? അള്ളാഹു. ഓരോ കാര്യം നമ്മൾക്കത് വിഷമായിരിക്കും, പക്ഷെ അത് ഖൈറായിരിക്കും. ഓരോന്നും ഖൈറാണ്. ഓരോന്നും ഖൈറായിരിക്കും. രാവിലെ നേരം വെളുത്ത് അറിഞ്ഞാൽ നീ ഇറങ്ങിയാൽ നിനക്ക് രാത്രി 12 മണി വരെ കച്ചവടം ബിസിനസ്സും തിരക്കും ആണെങ്കിൽ എന്നെ വലിയ ഇഷ്ടമുള്ള ഈ പോണ വഴിയിൽ എൻ്റെ ബാപ്പാനും ഖബറുണ്ട്, ഒന്ന് കയറിപ്പോകാൻ എനിക്ക് നേരമില്ല. എന്തുകൊണ്ട്? കോഴിക്കോട് ടൗണിൽ കാത്തിരിക്കേണ്ട ഒരു ടീം, അവിടെ ആ കച്ചവടം കഴിഞ്ഞിട്ട് വേണം തലശ്ശേരിക്ക് പോകാൻ. ഉച്ചന് തലശ്ശേരി മീറ്റിംഗ് ഉണ്ട്. എങ്കിൽ ഇതൊരു അസ്സലാമു അലൈക്കും പറയും, കാറിലിരുന്നൊരു ഫാത്തിഹ ഓതും. അതിൻ്റെ ഇടയിലാണ് ബിസിനസ്സാണ് പൊട്ടിയത്. ചിലപ്പോൾ ഉമ്മാൻ്റെ ദുആ ഉണ്ടാവും, പഠിച്ചോനെ ഒന്നോ കാക്കൊക്കെ ഇറങ്ങിയാൽ പിന്നെ ചില രണ്ടാമട്ടം കയറ്റിക്കോ, ഒന്നോ കച്ചോനെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസം നേരം വെളുത്താൽ എൻ്റെ പള്ളിയിൽ തന്നെ ജമാഅത്തിന് കൂടും. ജമാഅത്തിന് കഴിഞ്ഞാൽ വേഗം പോയി ബാപ്പാനി മാനി സിയാറത്ത് ചെയ്ത് ഫാത്തിഹ ഓതിയിട്ട് പിന്നെ അവിടുന്ന് പോകുള്ളൂ. ഇപ്പോൾ ഈ കച്ചവടം പൊട്ടി. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? പിന്നെ ഇപ്പം ഒരു വിദേശ രാജ്യത്ത് ജോലിക്കാരനാണ്, പാപ്പാക്കൊരു ഫാത്തിഹ ഓതാനേ കഴിയുള്ളൂ. അതേ സമയത്ത് ഒരു ഘട്ടത്തിൽ കുത്തി വീണ് നാട്ടിലെത്തി. പിന്നെ നാട്ടിൽ 6 മാസം നിന്നു. ആ 6 മാസം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ബാപ്പാനെ ഉമ്മാനെ പോയി കാണും, ഒരു സലാം പറയും, ഒരു ഫാത്തിഹ ഓതും, ഓർക്കും സന്തോഷം. അപ്പോഴത്തേന് ജോലിയായി പോയി. അപ്പം ചില സന്ദർഭത്തിൽ ചില കാര്യങ്ങൾക്ക് വെറുപ്പായിരിക്കും നിങ്ങൾക്ക്, പക്ഷെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഖൈറായിരുന്നു. അപ്പൊ ബാപ്പാന്റെ ഉമ്മാന്റെ ഒരു പൊരുത്തം നാളെ അള്ളാഹിന്റെ കോടതിയിൽ അള്ളാഹു നമുക്ക് ശുപാർശ ചെയ്യും. ഈ ബാപ്പയും ഈ ശുപാർശ ചെയ്യും, അള്ളാഹ് എന്താണ് നിന്റെ കുട്ടി നാട്ടിൽ നിന്നാ ഒരു ദിവസം നിന്റെ അടുത്ത് വരാൻ നിന്നിട്ടില്ല, പരിഗണിക്ക്.
ഇത് ബാപ്പ പറയാനുള്ള കാരണം എന്താ, ഇത് ഉമ്മ പറയാനുള്ള കാരണം എന്താ? ഇത് തല കുത്തി വീണ് നാട്ടിലെത്തിയപ്പോൾ ഈ 6 മാസം ആരെ കാൽക്ക പോയി? മറ്റേത് കാറിലിരുന്ന് പാത്തിയതുള്ളൂ, മറ്റേ ഓഫീസിലേക്കുള്ള യാത്രയിൽ പാത്തിയതുള്ളൂ. അത് പോരാ, ബാപ്പാക്കും ഉമ്മാക്കും എന്നെ കാണാൻ പോയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞ മനസ്സിലായി. അതെങ്ങനെ ഒക്കെ തമ്മിൽ ഓരോ റൂഹിന് ബന്ധമുള്ള സ്ഥലമാണത്. ആ ഖബറിന്റെ മീസാങ്കല്ലിന്റെ അവിടെ എത്തുമ്പോൾ ആ റൂഹ എന്നെ കാണും. ആ റൂഹിനെ കാണുന്നില്ല എന്നേ ഉള്ളൂ, ആ റൂഹ എന്നെ കാണും. ആ റൂഹിന്റെ സാന്നിധ്യം ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ അസ്സലാമു അലൈക്കും ദിയാറ ഖൗമി മുഅ്മിനി, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാട്ടി എന്ന് പറയുന്നത്. മറ്റത് ഇളാമുൻ നഖിറ, ദ്രവിച്ചു പോയ എല്ലുകളോട് നിങ്ങൾക്ക് എന്ന് പറയുന്നതിൽ എന്ത് വായനയുള്ളത്? ഇസ്ലാമിന്റെ കുട്ടികളെ, അസ്സലാമു അലൈക്കും ദിയാറ, നിങ്ങൾക്ക് നിങ്ങളവിടെ ഉണ്ടല്ലോ, ഉണ്ടായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നമ്മൾ പറയണത്. അവിടെ ശരീരമേ ദ്രവിച്ചിട്ടുള്ളൂ. ദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ശരീരം ദ്രവിച്ചു, റൂഹ് ദ്രവിച്ചിട്ടേ ഇല്ല, ദ്രവിക്കില്ല. അപ്പൊ ആ റൂഹിനെ നീ കാണുന്നില്ലെങ്കിലും ആ റൂഹിനെ നിന്നെ കാണാൻ പോതില്ലേ? ആ റൂഹ് ആ മീസാങ്കല്ലുമ്പോൾ കെട്ടപ്പെട്ടതായിരിക്കാം ചിലപ്പോൾ. അതിന്റെ കുട്ടിൻ്റെ അടുത്തൊന്നും വന്നല്ലോ. ഞാൻ റൂഹ ഇല്ലെങ്കിൽ വസിക്കുകയാണെങ്കിലും ആ ഖബറിൻ്റെ അടുത്ത് വരുമ്പോൾ ആ റൂഹിൻ്റെ സന്തോഷത്രേ. എന്നാലും എന്നെ കൊണ്ട് കുടിയിരുത്തിയ വീട്ടിലോ ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ. ആണോ അല്ലേ? അതിനാണ് കുട്ടിയെ എൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് എൻ്റെ കച്ചവടം നഷ്ടപ്പെടുന്നത്. ഉമ്മാൻ്റെ ബാപ്പാൻ്റെ ഒരു ദുആയാണ്. കുറച്ച് കഴിഞ്ഞു, ആ സമയത്ത് എനിക്ക് സന്തോഷമായി. വൈകുന്നേരമായ ഭാര്യനെയും കൊണ്ട് ഒന്ന് പുറത്തിറങ്ങും, ഒന്ന് അങ്ങോട്ടും കാർ ഓടിച്ച് ഇങ്ങനെ വരും. അതിൻ്റെ ഇടയിൽ കുറേ തമാശ പറയും, ഒരു പീടിയിൽ ചായ വാങ്ങി കൊടുക്കും, നമ്മളും കഴിച്ച്. പിന്നെ ഒക്കെ കഴിഞ്ഞു, നമുക്ക് ജോലി കിട്ടി, പിന്നെ നമ്മൾ പോയി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിനിടയ്ക്ക് 6 മാസം കമ്പനി ഒഴിവാക്കി, ഒന്നും കിട്ടിയില്ല. പിന്നെ ഓളയും കൊണ്ട് ചിറ്റിയാൻ നടക്കും. അപ്പോൾ ഓളെ 2 പവൻ്റെ പാലം വിറ്റു, പിന്നെ 4 പവൻ്റെ ഓളെ പാദസരം വിറ്റു. ഒക്കെ നമ്മൾ ചെലവ് ചെയ്യാൻ വേണ്ടി. അതുപോലെ വിഷമമല്ല, എൻ്റെ കാക്കാക്ക് പൈസ ഉണ്ടായാൽ എനിക്ക് വാങ്ങിത്തരും, നോക്കറിയാം. 4 പവൻ്റെ വിറ്റപ്പോൾ 8 പവന് നമ്മൾ വാങ്ങിക്കൊടുത്തു. പക്ഷെ ഇത് ആമോദത്തോടു കൂടി ഈ 6 മാസം 8 മാസം അവിടെ കഴിഞ്ഞുകൂടി. അതിനെ ഒരു പണ്ട് നമ്മൾ ഓക്ക് ഉണ്ടാക്കി കൊടുത്തു, അത് വിറ്റു, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ആ പണ്ടാണ് വിറ്റപ്പോൾ നമുക്ക് 4 ലക്ഷം 8 ലക്ഷം ഉറുപ്പിക കിട്ടി. അതുകൊണ്ട് ആമോദമായി കഴിഞ്ഞു. എന്നാൽ കാണുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഗോൾഡ് കവറിങ് കടയിൽ കയറിയിട്ട് ഇതിന് സമാനമായ സാധനം വാങ്ങിയെടുത്തു. ഇത് മറ്റേതാണ്, മറിച്ച് ആർക്കും അറിയില്ല, ഞമ്മക്കേ പറയുള്ളൂ. ബസ്സിലോട് കയറിയപ്പോൾ കാലുകൊണ്ട് ഓളെ പാദസരം തോണ്ടാൻ വേണ്ടി നമുക്ക് ബാക്കിൽ അടുത്ത് വരുന്നത് നമ്മൾ കണ്ടപ്പോൾ മെല്ലെ നമ്മൾ ഓനോട് പോയി പറഞ്ഞു, ഒന്നും കിട്ടൂല കേട്ടോ, ഗോൾഡ് കവറിങ്. മനസ്സിലായി? ഈ ഒരു പണ്ടോളെ കാലുമുണ്ട്, ഒരു 8-10 പവനുണ്ട്. അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ നമുക്ക് ജോലിയായി. 4 മാസം കഴിയുമ്പോൾ അതും അതിൻ്റെ അപ്പുറം നമ്മൾ വാങ്ങിക്കൊടുത്തും ചെയ്തു. അപ്പൊ എന്തിനേത്? കല്ലിലില്ലാതെ ഭാര്യനും കൊണ്ട് 6 മാസം ജീവിക്ക്, ഉമ്മാക്കും പാപ്പാക്കും അതൊരു പൂതിയുണ്ട്. ഇടയ്ക്കിടക്ക് കബറിങ് വന്നു, അതിലവർക്ക് സന്തോഷമായി. അസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾക്ക് വിഷമമായി തോന്നുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അത് വിഷമമാണ്, അത് നിങ്ങൾക്ക് എപ്പോഴും ഖൈറായിരിക്കും. ഇതൊക്കെ അല്ലാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ്. അല്ലേ? അങ്ങനെയല്ലേ? സത്യല്ലേ? ഭയങ്കരല്ലേ? കൊറോണ ഉണ്ടാകാൻ പോതില്ലെങ്കിലും കൊറോണ കാലം ഉണ്ടാകാൻ എനിക്ക് പോതിയ. കൊറോണ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് എനിക്ക് പോതില്ല, പക്ഷെ കൊറോണക്കാലം പോതിയ. എന്തുകൊണ്ട്? മൂത്തരത്തിന് കാറിൽ കയറിയിരുന്നാൽ പോട്ടുറമ്പ് വരെ ഒരാൾ ഒരു തടസ്സമില്ല. വണ്ടി മെല്ലെടുക്കണം, വണ്ടി ചരിച്ചെടുക്കണം, ശ്രദ്ധിക്കട്ടോ സൂക്ഷിക്കട്ടോ. ഞാൻ എപ്പോഴും ഇവരോട് പറയണത്, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതായത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. 120 സ്പീഡിൽ ഡിം. എന്തുകൊണ്ട്? റൂട്ടുമേ നമ്മളെപ്പോലത്തെ വേറെ പിരാന്തല്ല. കോഴിക്കോട് മലപ്പുറം ജില്ലേൻ്റെ അതിർത്തിയിലും പോലീസുകാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നും പോലീസുകാരെടുത്ത് എന്തു അവിടെ എടുത്തു. എവിടേക്ക് ഞങ്ങൾ പോകണം? വീട്ടിൽ പോകണം. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് നേരം പിടിച്ചിടും, 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ അങ്ങനെ പിടിച്ചിടും. ഇനി പോയിക്കോളി എന്നറിയും. നാളെ തിരിച്ചിങ്ങോട്ട് വരും, അപ്പോഴും പിടിച്ചിടും. നിങ്ങൾക്കറിയില്ല എങ്ങനെയാണ്? ഓർക്കും അറിയാം നമ്മൾ പിറ്റേന്നും വരും. അല്ല, അതൊന്നും പോയി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ നോക്കല്ലോ. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനൊക്കെ പോകലാണോ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ? അല്ല. അവർക്ക് നല്ല മനുഷ്യ പോലീസുകാർ നിയമം നടപ്പിലാക്കണം. അവർക്ക് മേലധികാരിൻ്റെ ഓർഡർ ഉണ്ടാവും, എന്ത് കുറച്ചു നേരം പിടിച്ചിട്ടാളി, എന്നാൽ പിന്നെ അത്യാവശ്യക്കാരല്ലാതെ വരൂല. അതേസമയത്ത് നമ്മൾ അത്യാവശ്യക്കാരെന്ന് മനസ്സിലാക്കിയാൽ 10-20 മിനിറ്റോടെ അവർ വിടുകയും ചെയ്യും. നല്ല മനുഷ്യന്മാർ തന്നെയാണ്, ഇതൊക്കെ നല്ല മനുഷ്യന്മാരാണ്. നിയമം നടപ്പിലാക്കും. നമ്മളങ്ങനെ കിടക്കും, ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അവിടെ കിടക്കും, പിന്നെ പോവും, പിറ്റേന്നും വരും. മനസ്സിലാണ് പറയുന്നത്? ഇതൊക്കെ നന്മയാണ്. ഏത് കൊറോണയും നന്മയാണ്. എന്താ കൊറോണ ഉണ്ടാണെന്ന് പറയല്ലേ, അവിടെയും മനുഷ്യന് നമ്മൾ ആലോചിച്ചാൽ ഒരുപാട് നന്മകൾ അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും.
ഈ ബ്രോസ്റ്റ് മറ്റും തിന്ന് നമ്മളെ തടി ബടക്കാത്ത നേരത്താണ് കൊറോണ ഉണ്ടായത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചക്കയും പൂളിയും മാത്രമാണ് ഒരു കൊല്ലം തിന്നത്. അതുകൊണ്ട് വേസ്റ്റ് സാധനം മുഴുവനും പോയി. ഒന്ന് വയറിളക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വയറിളക്കൂല, പുതിയ തലമുറ വയറിളക്കൂല. ചക്ക എന്നാൽ മതി, വയറിളക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല? ചക്ക തിന്നാൽ മതി, പിന്നെ എന്ത് വേണ്ട. ഇപ്പം നമ്മളെ യൂത്തിനോട് വയറിളക്കി എന്ന് പറഞ്ഞാൽ വയറിളക്കൂല. വയറിളക്കൽ ആവശ്യമാണ്. വയറിളക്കലെ കുറിച്ച് ഞാൻ പ്രസംഗം നടത്തും ഇൻഷാ അല്ലാഹ്. 2 ആഴ്ചയിലൊരിക്കൽ വയറിളക്കണം. വേസ്റ്റ് കെട്ടിക്കിടക്കൂല. പഴയ കാലത്തെ ആളുകൾക്ക് രോഗങ്ങൾ കുറവാണ്. എന്താ കാരണം? 2 ആഴ്ചയിലൊരിക്കൽ വയറിളക്കും. സ്ഥിരമായി വയറിളക്കുന്നവർക്ക് കൈപ്പൊക്കാം. ഒരൊറ്റ ആളില്ല. ഞങ്ങൾ ഉസ്താദ് സ്ഥിരമായി വയറിളക്കും. 2 ആഴ്ചയിൽ വയറിളക്കിയിരിക്കും. അത് ഗുണമാണ്. വേസ്റ്റ് ഉണ്ടാവില്ല ബോഡിയിൽ. നിങ്ങൾ മരുന്ന് എന്തിനൊക്കെ പരിധി വിട്ട് കുടിക്കണം? മരുന്ന് കുടിക്കണ്ട, വയറിളക്കിയാൽ മതി. വയറിളക്കിയാൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുക. ഒരു മനുഷ്യൻ്റെ വയറ് കാലിയായാൽ ആ മനുഷ്യൻ ഫിസിക്കലി ഫിറ്റായിരിക്കും. വയർ കാലിയാകണം. വേസ്റ്റ് കെട്ടിക്കിടക്കരുത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പഴയ കാലത്ത് ആളുകൾ 2 ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യും? വയറിളക്കും. അത് പിന്നെയും കുറച്ച് വേനൽക്കാലത്തെ കുറക്കുള്ളൂ. തണുപ്പായ ഇടക്കിടക്ക് ചെയ്യും. വേനൽക്കാലത്ത് സൂക്ഷിച്ച് ഒരു വൈദ്യരുടെയോ മറ്റോ നിർദ്ദേശപ്രകാരം ചെയ്യാൻ പാടുള്ളൂ. വേനൽക്കാലത്ത് ശ്രദ്ധിക്കണം. വർഷകാലത്ത് എപ്പോഴും വയറിളക്കണം. പിന്നെ വേനൽക്കാലത്ത് വേസ്റ്റ് പുറത്തു പോകാൻ വേറെ വഴിയുണ്ട്. വിയർപ്പ്. ഈ വിയർപ്പ് എന്നുണ്ടാവില്ല, മഴക്കാലത്ത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഞങ്ങൾ ഉപദേശിക്കുകയാണ്. അതിനെപ്പറ്റി പ്രഭാഷണം നടത്തുന്നുണ്ട്. വയറിളക്കൽ അനിവാര്യമാണ്. എന്ത് മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഇന്ന് ഈ ആവശ്യമില്ലാത്ത സാധനം തിന്നു കൂട്ടും. ഈ ബിരിയാണി ഇതിങ്ങനെ തിന്നു കൂട്ടും. വയറിളക്കില്ല. എന്തൊക്കെ ഒരു പൊടി ലേശം ഡസ്റ്റ് അവിടെ കിടന്നാൽ മതി, കുടനാശാവും. ഇതൊക്കെ കെമിക്കലുകൾ ഉണ്ടാവും. വയറിളക്കൽ നിർബന്ധമാണ്. എന്തിപ്പോൾ വയറിളക്കലിനോട് എന്താ ഇവിടുന്ന് ഇവിടെ വരാൻ കാരണം? അതെ 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 നമ്മളെ യൂത്തിന് കൊറോണക്കാലത്ത് നമ്മളെ യൂത്തിനോട് ഇപ്പോൾ വയറിളക്കണം, ഇന്നത്തെ യുവതീവാക്കളോട് വയറിളക്കണം എന്ന് പറഞ്ഞാൽ വയറിളക്കില്ല. അത് സാധാരണ കാരണമായിട്ട് അവർക്ക് ആവശ്യമില്ലാത്ത രോഗങ്ങൾ പെട്ടെന്ന് വരും. കൊളസ്ട്രോള് എന്താ അടിസ്ഥാന കാരണം? വയറ്റിൽ കെട്ടിക്കിടക്കൽ. ഇതൊക്കെ എന്താ കൊളസ്ട്രോളിന്റെ അടിസ്ഥാന കാരണം? പ്രഷർ, ഷുഗർ. എന്താ അടിസ്ഥാന കാരണം? വയറ്റിൽ കെട്ടിക്കിടക്കൽ. ആവശ്യമില്ലാത്ത കഴിച്ചത് കെട്ടിക്കിടക്കൽ. ഇതിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങളാണ് എന്ത്? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ. ആവശ്യത്തിന് വെള്ളം കുടിക്കൂല. മനസ്സിലായി? ആവശ്യത്തിന് വെള്ളം കുടിക്കൂല, കെട്ടിക്കിടക്കും. അപ്പോഴാണ് അല്ലാഹു നമുക്ക് കൊറോണയെ തന്നത്. കൊറോണക്കാലത്ത് നമ്മൾ എന്ത് ചെയ്തു? നാടൻ വിഭവങ്ങളാണ് കഴിച്ചതൊക്കെ. ഒക്കെ നാടൻ വിഭവങ്ങൾ. പീടിയിൽ പോകാൻ പൈസ ഇല്ല. പൈസ ചെന്നാലും പീടിയിൽ സാധനമില്ല, മാർക്കറ്റിൽ സാധനം വരുന്നില്ല. അപ്പം നമ്മൾ തൊടുകയിൽ വളപ്പിലുള്ളത് എടുത്ത് തിന്നാൻ നിർബന്ധിതനായി. പൊണ്ണം വാഴക്കായുടെ കായ കഴിച്ചാൽ ഭയങ്കര കരുത്തുണ്ടാവും. രാവിലെ കഞ്ഞി കുടിക്കും. മലപ്പുറം ജില്ലക്കാർ പൊതുസഭാണ് 10 മണി കഞ്ഞി കുടിക്കും. മനസ്സിലാവുകൊണ്ട് പറഞ്ഞു. മലപ്പുറം ജില്ല, നിലമ്പൂർ ഭാഗം പ്രത്യേകിച്ചും 10 മണി കഞ്ഞി കുടിക്കും. ആ കഞ്ഞിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം കഞ്ഞിക്ക് എന്ത് ചെയ്യും? ഈ പൊണ്ണം വായൻ്റെ ഇതൊക്കെ നമ്മളൊക്കെ വീട്ടിൽ സ്ഥിരം പൊണ്ണം വായണം. ഇല്ലാത്തൊരു സമാനില്ല തന്നെ. അപ്പം ഈ 10 മണിക്കുള്ള കഞ്ഞി ഉള്ളത് കൊണ്ട് രാവിലെ പൊറാട്ട എന്നേണ്ട ആവശ്യമില്ല. രാവിലെ ചെറിയ കടി ഉണ്ടാക്കുള്ളൂ. ഒരാൾക്കൊരു വെള്ളപ്പം 2 വെള്ളപ്പം എന്നാ കഴിച്ചാൽ, ഇതിന് ചട്നിയും കഴിച്ചാൽ നന്നാവും. എന്തുകൊണ്ട്? 10 മണിക്ക് എന്തുണ്ട്? കഞ്ഞിണ്ട്. ഇത് നമ്മളെ ചില ആളുകൾ പൊറാട്ട ഒന്ന് 2-3 പൊറാട്ട, ഓൻ എന്ത് കഴിക്കണ ആളല്ല, കഞ്ഞി കുടിക്കുന്ന ആളല്ല. കഞ്ഞിയിലേക്ക് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കും. വളപ്പിലുള്ള സാധനങ്ങളെ പലപ്പോഴും, അല്ലെങ്കിൽ അടുത്ത കുഞ്ഞാമിനെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചു, അങ്ങനെ അത്തരം സാധനങ്ങളെ കഴിക്കുക. അല്ലെങ്കിൽ ചമ്മന്തി, അല്ലെങ്കിൽ ഈ പൊണ്ണവാഴക്ക. എൻ്റെ വീട്ടിൽ സ്ഥിരമായി എന്നെ കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പൊണ്ണവാഴക്ക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറി. ഈ കാലാണെങ്കിൽ മത്തൻ്റെ ഇല, മനസ്സിലായില്ല? മത്തൻ്റെ ഇല, കുമ്പളങ്ങൻ്റെ ഇല, മത്തൻ്റെ ഇല, ഇതൊക്കെ വളരെ നല്ല സാധനമാണ്. വൈറ്റമിൻ ഡി ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വേറെ സാധനമില്ല. ഒക്കെ മനുഷ്യന് ആവശ്യമാണ്. മത്തന് നേരത്തെ കാലത്തെ പുതുക്കിന് മഴ പെയ്യുമ്പോൾ മത്തൻ കുഴിച്ചിട്ട് മത്തൻ തിന്നാനല്ല എങ്ങായി. എന്ത് തിന്നാനാണ്? മത്തൻ്റെ ഇല തിന്നാനാണ്. മത്തൻ ആ പീടി നമുക്ക് വാങ്ങി കിട്ടും, ഇലട്ടൂല. മത്തൻ്റെ ഇല എൻ്റെ വയറിനെ ശുദ്ധീകരിക്കും. താള് എന്ന സാധനം തിന്നൊരു കാലം ഉണ്ടായിട്ടുണ്ട്. താളറിയോ? അറിയില്ലേ? വയറ് ശുദ്ധിയാവും, വയറിൻ്റെ ശുദ്ധിയാവും.
തവര റോഡ് സൈഡിൽ ഉണ്ടാവും ഇഷ്ടം പോലെ. ഞാനത് തിന്ന് കൂട്ടിന് കയ്യും കണക്കുമില്ല. തവര നീന് തവര എന്ന ഒരു അമൃതത്തെ ഒരു ഔഷധമാണ് തവര. ചില സമയത്ത് തവര കുറച്ച് കട്ടി കൂടിയ ഇലയാണെങ്കിൽ ഒന്ന് കട്ടുണ്ടാവും, ഒന്ന് ഊറ്റിയെടുക്കും. ഇളം ഇലയാണെങ്കിൽ ഊറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ താളിൻ്റെ ഇല, തണ്ട്, ആ തണ്ടൊക്കെ ഭയങ്കര ഇത്തരം. അപ്പം ഈ വർക്കുകളെല്ലാം നമുക്ക് കിട്ടി. നമ്മൾ താളും തവരയൊക്കെ തിന്നു കൊറോണ കാലത്ത്, അതുകൊണ്ട് ബോഡി ഫിറ്റായി. അപ്പം അതിലും എന്തുണ്ട്? ഹൈറുണ്ട്. അസ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൻ ലക്കും. ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. ആര്? അല്ലാഹു. ഒക്കെ ഹൈറിലാണ്, എല്ലാം ഹൈറിലാണ്. പിന്നെ കുറേ ആളുകൾ മരിക്കൽ എന്ത് മരിക്കൽ എന്നീ മരിക്കുക, മരണത്തിൻ്റെ ശാസ്ത്രം എനിക്ക് മനസ്സിലാവണേ ഇല്ല. മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇതാ ജാ അജലുഹ, അജലെത്തിയ മരിക്കും. അതിന് കൊറോണ അല്ല കാരണം. അജലെത്തിയിട്ടില്ലെങ്കിൽ മരിക്കൂല. അതിനെന്താ പ്രശ്നം? ആ നന്ദിയിലുണ്ട് നമ്മളൊരു സ്നേഹിതൻ, അയാൾ പറയും, ഞാൻ പിന്നെ സുബഹി നിസ്കരിച്ച് പോരുമ്പോൾ എൻ്റെ ചങ്ങായിമാർ പറയും, ഒന്ന് നടക്കാൻ ഇറങ്ങിക്ക ചങ്ങായി, എൻ്റെ ഈ താടി എന്നാൽ അങ്ങോട്ട് നടക്കാൻ നടന്നാൽ എൻ്റെ താടി അന്നാ എന്ന് പറയും. അതിൽ പിന്നെ ഒരാൾക്കാൻ പോകും. ഇരിക്കാട്ടെ കുറച്ചും കൂടി ഉറങ്ങണം പോയി. ഞാൻ അങ്ങോട്ട് പോകും. ഒരു 2 ആൾ മരിച്ചു. ഒരാൾ പാമ്പ് കടിച്ച് മരിച്ചു, പാമ്പ് കടിയേറ്റ് മരിച്ചു. ഒരാൾ ഓട്ടോറിക്ഷ മരിച്ചു. ഞാനീ പൊണ്ണപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ നടക്കാൻ പോകാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു നടന്നോണ്ട് മരിച്ചു ചെയ്തു. നടക്കാൻ പോയാലും മരിച്ചു. നടക്കാതെ ഒരു പറഞ്ഞു എപ്പോഴാ ചാകാന്നറിയില്ല, എന്നായി എപ്പോഴാ അറ്റാക്ക് ഉണ്ടായി മരിക്കാന്നറിയില്ല. ഒന്ന് നടക്കാൻ പോലും. ഞാൻ നടക്കാൻ പോകില്ല, എനിക്ക് ഉറങ്ങണം. ഈ നടക്കാൻ പോകാതെ പരീക്കാരി കുംഭകർണന്മാരി ഉറങ്ങിയ ഞാൻ രക്ഷപ്പെട്ടു. നടക്കാൻ പോയാൽ 2 ആളും പാമ്പ് പിടിച്ച് മരിച്ച്, ഒരുത്തന് ഓട്ടോറിക്ഷ മരിച്ചു. അങ്ങനെ മനസ്സിലായില്ലേ? ഇതാ അജലെത്തിയാ മരിക്കും. ആ കൊറോണ കാലത്താണ് അജല്. അങ്ങനെ എന്താണ് കാരണം? അപ്പനുണ്ടാകെ അജലിന ഒരു സെക്കൻഡ് കൊണ്ട് വിട്ടെടുക്കൂല. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാളെ അള്ളാഹു പിന്തിപ്പിക്കും. ഓരോ കാരണം ഉണ്ടാവും. എനിക്കറിയുന്ന ഒരു കുടുംബത്തിലെ നാഥൻ നാളെ പിന്നെ എന്ത് ചെയ്തു, നാളെ ഹൗസ് വാമിങ് വെച്ചതാണ്. പിന്നെ കുടുംബക്കാരൊക്കെ ചിലർ വന്ന് കൂടിയിട്ടുണ്ടോ ഒക്കെ. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്തു തരണം? വീടിൻ്റെ മേൽഭാഗത്ത് എവിടെ ഒരു പിന്നെ സിമൻറ്റ് ചാക്കിൻ്റെ ഒരു ഉറ കിടക്കണത് കണ്ടപ്പോൾ ഇയാൾ ജനലിൻ്റെ മുകൾ ഭാഗത്ത് കയറി ജനലിൻ്റെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയോ? കയറിയിട്ട് മുകൾ ഭാഗത്ത് നിന്ന് ജനലിൻ്റെ അഴി പിടിച്ചുകൊണ്ട് ഇയാൾ താഴത്തേക്ക് തട്ടിയിട്ടു. എന്ത്? ഈ സിമൻറ്റിൻ്റെ ബാക്കിയുള്ള കവറ് പിടുത്തം വിട്ടുപോയി. കിളർന്ന് കിടക്കണ മണ്ണിരുന്നു മുറ്റത്ത്. നേരെ തല കുത്തിയിട്ട് ഇതുവരെ മണ്ണിൽ പോണ്ടു മരിച്ചു. അങ്ങനെ മരിച്ചു. മനസ്സിലായില്ല? എന്താ കാരണം? ഒരു കാരണം ഉണ്ടാവും. ആ കാരണം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. അപ്പോൾ കൊറോണ എന്ന അതിന് കാരണം കൊറോണ കൊണ്ടാണ് ആൾ മരിച്ചു? ഇല്ല. ചിലപ്പോൾ ഓട്ടോറിക്ഷ ആയിരിക്കും. മജീദ് കാർ നല്ലൊരു മനുഷ്യൻ മരിച്ചു മിഞ്ഞാന്ന് ഇവിടെ. ഇന്നലെ മറവ് ചെയ്തു. നമ്മളൊരു ഭാര്യ കുടുംബത്തിൻ്റെ ബന്ധുവാണ്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. എന്താ കാരണം? നല്ലൊരു മനുഷ്യൻ, ദാറുൽ ഖുർആനൊക്കെ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം മദ്രസയിൽ എടുത്ത് രാവിലെ ഓട്ടോറിക്ഷയിൽ എടുത്ത് കുട്ടികളെ മദ്രസയിൽ കൊണ്ടാക്കി. എന്നിട്ട് ഇവിടെ കൂളിമാട് ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് കിടന്നു. എന്നിട്ട് സ്റ്റെയറിങ്ങിലേക്ക് ഇങ്ങനെ തലകയറ്റി മരിച്ചു. ആ കുട്ടികൾ മദ്രസ വിട്ടില്ല, അപ്പോഴത്തേനും മരിച്ചു. സ്റ്റെയറിംഗ് കിടന്നാൽ മരിച്ചു. ഒന്നും പറ്റിയിട്ടില്ല. അജലെത്തിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ പറഞ്ഞത്? നല്ല മനുഷ്യനായിരുന്നു. സ്വാലിയ മനുഷ്യനാ, നല്ല മനുഷ്യനാ. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. നല്ല മനുഷ്യൻ. അവസാനത്തെ കർമ്മം എന്താണ്? സാധുക്കളെ മക്കളെ അള്ളാഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മദ്രസയെ കൊണ്ടുപോയി. എന്താണ് അവസാനത്തെ കർമ്മം? തമ്മാടിച്ച് വിചാരശാലയിലാക്കി കൊടുത്താലല്ല. അവസാനത്തെ കർമ്മം എന്താ? മുത്തഖീങ്ങൾക്ക് അന്ത്യകർമ്മം നന്നായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
മനസ്സിലായില്ലേ പറഞ്ഞു? എന്താ അതിൻ്റെ ആ കുട്ടികൾ അള്ളാന്ന് പഠിക്കാൻ വേണ്ടി ഈ കുട്ടികളെ മദ്രസയിൽ കൊണ്ടേയാക്കി. ആ കുട്ടികൾ അള്ളാന്ന് പഠിക്കാണ് ആ മനുഷ്യൻ ചേരമക്കണ് മരിക്കുക. ആ കുട്ടികളെ മദ്രസ വിട്ടില്ല, പോയി മനുഷ്യൻ മരിച്ചു. സമ്പൂർണ്ണ ആരോഗ്യവാൻ, ഒന്നും പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. സ്റ്റെയറിംഗ് കടന്നിട്ടാണോ അയാൾ മരിച്ചത്? അല്ല. എന്താ കാരണം? അപ്പൊ അതന്നെ പറ, എന്താണ്? അജലെത്തി കഴിഞ്ഞു, ഞാൻ വർത്താനല്ല, അജലെത്തി. അല്ലാഹു നമ്മൾക്ക് നല്ല നിലക്ക് മരിക്കാൻ തൗഫീഖ് തരട്ടെ. മനസ്സിലാവുന്ന കുട്ടികളാ. അപ്പൊ അതൊന്നും ആരും ബേജാറാവണ്ട. കൊറോണ ഒന്നല്ല കാരണം, അജലെത്തിയാൽ മരിക്കും. അള്ളാഹുക്ക് പൊരുത്തപ്പെട്ടവരായി ജീവിച്ച് പൊരുത്തപ്പെട്ടവരായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ببدو ومصر جانب الدهرة الحر ومن لاحظته عينها خف كلما يخاف عليه والعدو يقرر ومن ഒരാൾ ലാഹറത്തുഹു അയാളെ നിരീക്ഷിക്കുന്നുണ്ട്, പരിഗണനയോടെ നിരീക്ഷിക്കുന്നുണ്ട്. ഐനുഹാ അള്ളാഹുവിന്റെ ഇനായത്തിന്റെ ഐന്, അള്ളാഹുവിന്റെ പരിഗണനയുടെ കണ്ണ് അയാളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഖഫ അയാൾക്ക് ലഘുവാവും. കുല്ലമാ യുഖാഫു അലൈഹി അയാളെ മേൽ ഭയപ്പെടുന്ന ഏത് കാര്യവും എപ്പോഴും അയാൾക്ക് ലഘുവായിരിക്കും. ആര് നോക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നോക്കണം. റബ്ബ് നോക്കിയാൽ ഒക്കെ നിസ്സാരായിരിക്കും. ശത്രു പോലും അവനെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കും. ശത്രു മയ്യത്ത് കണ്ടിറങ്ങി വരുമ്പോ എന്താ പറയാ? കാര്യം എന്തായാലും അവനെ നല്ല മനുഷ്യനെ. നമ്മളാ നാട്ടിലെ വലിയ സമസ്തക്കാരനാണ്, അല്ലെങ്കിൽ വലിയ ലീഗുകാരനാണ്, അല്ലെങ്കിൽ വലിയ കോൺഗ്രസ്സുകാരനാണ്. മറ്റോ നമ്മളെ നേരെ എതിരാളി. മയ്യത്ത് കാണാൻ വന്നു, കണ്ടു, ഇറങ്ങിപ്പോകുമ്പോൾ എന്താ പറയാ? നാലൊരു ഇമ്മാനെ വിളിച്ചിട്ടുണ്ട്. സംഗതി ഇപ്പം നമ്മൾ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. അങ്ങനെ ശത്രുവല്ല. കോൺഗ്രസ്സാണ്, ഞാൻ ലീഗാണ് കോൺഗ്രസ്, സമസ്തയാണ് ഞാൻ മറ്റേതാണ്. പക്ഷെ ഒന്നല്ല മനുഷ്യനെ അത് പ്രശംസിക്കും. ആര് പോലും ശത്രു പ്രശംസിക്കും. കാരണം ഇവൻ ആര് പരിഗണിക്കുന്നുണ്ട്? അള്ളാഹുവിന്റെ കണ്ണിന്റെ പരിഗണനയുടെ കണ്ണിന്റെ വൃത്തത്തിന്റെ ഉള്ളിൽ അവൻ പെട്ടാൽ അവനെ ശത്രുവും പ്രശംസിക്കും. ആണോ? അല്ലേ? ആരും പ്രശംസിക്കും, ആരും. അത് യാതൊരു സംശയമില്ല. തങ്ങൾ ശത്രുക്കളെ പ്രശംസിച്ചു കൂടുതലും. അതിനാ വിലയും. ശത്രു പ്രശംസിച്ചു. ശൈഖുനാ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് വഫാത്തായപ്പോൾ ശത്രു പ്രശംസിച്ചു. കണ്ണിയത്ത് മരിച്ചപ്പോൾ ശത്രു പ്രശംസിച്ചു. അല്ലേ? അങ്ങനെ തന്നെയല്ലേ കുട്ടികൾ? അതാണ് ഇതിൻ്റെ നന്മ. വാഫക്കത്തങ്ങൾ മരിച്ചപ്പോൾ ശത്രു പ്രശംസിച്ചു. എതിർപക്ഷത്തുള്ള ആൾ ശത്രു, എതിർപക്ഷം. ശിഹാബ് തങ്ങൾ മരിച്ചപ്പോൾ, തങ്ങൾ മരിച്ചപ്പോൾ, നമ്മളെ കരളിൻ്റെ കഷ്ണമായ ആറ്റാക്ക ബഹുമാനപ്പെട്ട ഹൈദർ ശിഹാബ് തങ്ങൾ മരിച്ചപ്പോൾ ശത്രു പ്രശംസിച്ചു. എന്തുകൊണ്ട്? അവരൊക്കെ ആരെ കണ്ണിൻ്റെ പരിധിക്കുള്ളിലാണ്? അള്ളാഹുവിൻ്റെ ഇനായത്തിൻ്റെ കണ്ണ്, അള്ളാഹുവിൻ്റെ പരിഗണനയുടെ കണ്ണ്. കാരണം അള്ളാഹുവിനെ പരിഗണിച്ചപ്പോൾ അള്ളാഹു പരിഗണിച്ചു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് പറഞ്ഞർത്ഥം. പേടിക്കണ്ട, ഒരാൾ പേടിക്കണ്ട. പിന്നെ അവനെ നിരീക്ഷിക്കുന്നുണ്ട്. എന്ത്? ഐനുഹ അള്ളാഹുവിന്റെ പരിഗണനയുടെ കണ്ണ്, ഇനായത്തിന്റെ പരിഗണനയുടെ കണ്ണ് ഒരാളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഖഫ അവന് ലഘുവായിരിക്കും. കുല്ലമ യുഖാഫു അലൈഹി അവന്റെ മേൽ ഭയപ്പെടുന്ന കാര്യങ്ങൾ സകല നേരത്തും അവന് നിസ്സാരമായിരിക്കും. അവന്റെ മേൽ ഭയപ്പെടുന്ന ഒരു കാര്യം അവന് നിസ്സാരമായിരിക്കും. കാരണം അവൻ ആര് നോക്കുന്നുണ്ട്? അല്ലാഹ്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, തോട്ടത്തിൽ കയറി മൂട്ടുകാട്ടി ഓടി ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടകത്തിൻ്റെ അരികിലേക്ക് റസൂൽ എന്നപ്പോൾ സ്വഹാബികൾ തടഞ്ഞു. നബി, അത് ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടകാണ്, അതിനടുത്ത് എന്താ ഭ്രാന്താണ് ഒട്ടകത്തിന്. റസൂലുള്ളാഹിക്ക് ഒരു പേടിയില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഇനായത്തിൻ്റെ കണ്ണിൻ്റെ പരിധിയിലാണ് ആരുള്ളത്. റസൂൽ എന്ത് പേടിക്കുന്നു? മനസ്സിലാണ് പറഞ്ഞത്. ومن لاحظته عينها خف كلما يخاف عليه والعدو يقرر ومن ഏതൊരാൾ ലഹളത്തു അവനെ പരിഗണിക്കുന്നുണ്ട്, ഐനുഹ അള്ളാഹുവിന്റെ ഇനായത്തിന്റെ ഐന്, പരിഗണനയുടെ കണ്ണ്. അള്ളാഹുവിന്റെ ശത്രുതയുടെ കണ്ണല്ല, കോപത്തിന്റെ കണ്ണല്ല. എന്തിന്റെ കണ്ണ്? അള്ളാഹുവിന്റെ കോപത്തിന്റെ കണ്ണുണ്ട്. അവന്റെ കഥ കഴിഞ്ഞു. അള്ളാഹുവിന്റെ കോപത്തിന്റെ കണ്ണ് ഒരാളെ മേൽ വീണാൽ കഴിഞ്ഞു. അള്ളാഹുവിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് സദാ നേരത്തും നമ്മൾ എന്ത് ദ്വാരക്കണ്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം, കോപത്തിന്റെ കണ്ണ് ഞങ്ങളെ മേൽ വരരുത്. വലദ്ദാലീൻ, പേച്ചവർക്ക് മേൽ വീഴുന്ന കണ്ണ് ഞങ്ങളെ മേൽ വരരുത്. പിന്നെ ഞങ്ങൾ എൻ്റെ മേൽ വരണം. സിറാത്തല്ലദീന, നീ നിഅമത്ത് ചെയ്തവരെ നീ നോക്കിയതുപോലെ ഞങ്ങൾ നോക്കണം.
മനസ്സിലാണ് പറഞ്ഞത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വമൻ യദ്റാൽ ലാഹലതുഹു, അവനെ നിരീക്ഷിക്കുന്നുണ്ട്, ഐനുഹ, അല്ലാഹുവിന്റെ ഐനുൽ ഐനായ എന്നർത്ഥം. അല്ലാഹുവിന്റെ പരിഗണനയുടെ കണ്ണ് ആരെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഖഫ, അവന് ലഘുവാകുന്നതാണ്. കുല്ലമാ യുഖാഫു അലൈഹി, അവന്റെ മേൽ ഭയപ്പെടുന്ന സകല കാര്യവും നിസ്സാരമായിരിക്കും. വൽ അദുവു, എത്രത്തിൽ ശത്രു പോലും യുഖല്ലിലു, അവനെ പ്രശംസിച്ചുകൊണ്ടേ ഇരിക്കും. അത് ഉറപ്പായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ പ്രശംസിക്കും. എല്ലാവരും ഒരു കാര്യം പറഞ്ഞാൽ ശത്രു വരെ പരിഗണിക്കും. പരിഗണിച്ചില്ല. ആരാ പരിഗണിക്കാത്തത്? ഏത് ശത്രുവിനോടും ബാഫക്കത്തങ്ങളൊരു കാര്യം പറഞ്ഞാൽ പരിഗണിക്കും. എന്തുകൊണ്ട് പരിഗണിക്കും? അള്ളാഹുവിൻ്റെ ഇനായത്തിൻ്റെ കണ്ണുള്ള ആളാണ്. അതിന്മേലാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നത്. മനസ്സിലാവേണ്ട പറഞ്ഞു, ചിന്തിക്കണം. അല്ലാതല്ല. എന്തുകൊണ്ടാണ് ബാഫക്കത്തങ്ങൾ നിലനിന്ന പ്രസ്ഥാനങ്ങൾ വളരാനുള്ള കാരണം? ആ പ്രസ്ഥാനങ്ങൾ ഇപ്പം ഈ അടുത്ത സാരോ ഞാൻ പ്രസംഗിക്കണ കണ്ടു, ബാഫക്കത്തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ലീഗും ഇതൊക്കെ ഉണ്ട്. ശരി തന്നെ, അതൊക്കെ ഉണ്ട്, ശരി. പക്ഷേ അതിങ്ങനെ ജനകീയമായത് ആരുണ്ടായതുകൊണ്ടാണ്. അതെന്താണ് വിഡ്ഢിയായ മനുഷ്യ നീ ചിന്തിക്കാത്തത്? ഇന്ന് അതിനുള്ള സർവ്വ സ്വീകാര്യത അതിന് വരാനുള്ള കാരണം അതിൽ ആര് കയറിയിരുന്നതാണ്? ബാഫക്കയും പൂക്കോയും. അവരെ മേൽ അള്ളാഹിൻ്റെ പരിഗണനയുടെ കണ്ണുള്ള ആളുകളാണ് അവർ. തങ്ങളായി എന്നുള്ള തങ്ങൾ ഇവിടെ എല്ലാ കാലത്തും ഇല്ല. ഇത് അള്ളാഹിന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ആരോ പറയുന്നുണ്ട് ബാഫക്കത്തങ്ങളും പൂക്കായത്തങ്ങളൊക്കെ പണ്ട് കോൺഗ്രസ് ഒക്കെ ആയിരുന്ന കാലം ഉണ്ടായിരുന്നു, അന്ന് ഇവിടെ ലീഗ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയണ ഉണ്ട്, പക്ഷെ അതിന് ജനകീയത ഇല്ല. ഇന്നതിന് ജനകീയത ഉണ്ട്. ഇന്നിപ്പോൾ അവരൊക്കെ മരിച്ചിട്ട് 10, 40, 50 കൊല്ലമായി. ബാഫക്കത്തങ്ങൾ മരിച്ചിട്ട് 50 കൊല്ലം കഴിഞ്ഞു. പൂക്കോയത്തങ്ങൾ മരിച്ചിട്ട് 50 കൊല്ലത്തിന് ആകുകയാണ്. എന്നിട്ടും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായ കുട്ടികളെ, ഇന്നും ജനങ്ങൾ എന്താ പറയണത്? ഇന്ന് ജനിക്കുന്ന കുട്ടികൾ, ഇന്ന് പ്രായപൂർത്തിയാവുന്ന കുട്ടികൾ പറയാം, ബാഫക്കത്തങ്ങൾ പൂക്കയത്തങ്ങളൊക്കെ കയറിയ പ്രസ്ഥാനമാണല്ലോ, അപ്പോൾ നമുക്ക് കൈമ വിട്ടു പോകണ്ട എന്ന് പറയാനുള്ള കാരണം അന്ന് ജനകീയമായില്ല. ഈ ആളുകൾ കയറിയപ്പോൾ അത് ജനകീയമായത് എന്തുകൊണ്ട്? ശരി തന്നെ. ആരേലുണ്ടായിരുന്നു അന്ന്? ആരേലുണ്ടായിരുന്നു? നിങ്ങൾ ഈ പറഞ്ഞ 2 ആളുകളല്ലാതെ നിങ്ങളൊന്നോ 2 ആളുകൾ ഉണ്ടായിരുന്നു. റബ്ബ് പരിഗണിച്ചിട്ടില്ല. റബ്ബ് പരിഗണിക്കണോല് വന്നപ്പോൾ അത് എന്തായി? ജനകീയമായി. ശത്രു വരെ അങ്ങോട്ട് കയറിയിരുന്നു. എന്തേ? അവരത്രയും വലിയ മഹാന്മാരാണ്. അവരുടെ മേൽ എപ്പോഴും എന്തുണ്ട്? അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ കണ്ണല്ല. ഏത് കണ്ണാള്? പരിഗണനയുടെ കണ്ണ്. ഇങ്ങനെ മനസ്സിലാക്കണു. ചില ആളുകളെ പ്രഭാഷണങ്ങൾ ഒരു പോസിറ്റീവാന്ന് വിചാരിച്ചു, സത്യത്തിൽ അവരുടെ പ്രഭാഷണം തന്നെ നെഗറ്റീവാണ്. അവർ ഈ പ്രസ്ഥാനങ്ങളെ കുറ്റം പറയാ ചെയ്തു. ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഉണ്ടായിട്ടും എന്തേ അത് വളരാഞ്ഞു? അള്ളാഹുവിൻ്റെ പരിഗണനയുടെ കണ്ണുള്ള ആളുകൾ അതിൽ കയറിയില്ല. കയറിയപ്പോഴോ ജനകീയമായി. അതന്നെ, അതാണ് അതിൻ്റെ മഹത്വം. അതാണ് അതിൻ്റെ മഹത്വം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നല്ലോണം ചിന്തിക്കണം. അവരൊക്കെ വലിയ ആളുകൾ തന്നെയാണ്. ശിഹാബ് തങ്ങളൊരു കാര്യത്തിലുണ്ടെങ്കിൽ നമുക്കത് കാര്യം തന്നെയാണ്. കാരണം ശിഹാബ് തങ്ങളെ മേൽ അള്ളാഹുവിൻ്റെ പരിഗണനയുടെ കണ്ണുള്ള ആളാണ്. നമുക്കറിയാം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന്. അപ്പൊ ആ സംഗതി എന്തുകൊണ്ട് ഇല്ലെങ്കിലോ? ഇവരൊക്കെ ജീവിതകാലത്ത് തന്നെ രാജിച്ചിട്ടുണ്ടെങ്കിലോ ഒരു മനുഷ്യനെ ബാക്കി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബാക്കി ഉണ്ടാവും പോയട പണി നോക്കിയിട്ട്. ഈ പ്രസ്ഥാനങ്ങളിലായി ഇവർ മരിച്ചു എന്നതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഈ പ്രസ്ഥാനത്തിന് കൈവിടാത്തത്. അതല്ല, ഈ മനുഷ്യന്മാർ ജീവിച്ചിരിക്കവേ അവർ മരിക്കണതിന് 2 കൊല്ലം മുമ്പോ 4 കൊല്ലം മുമ്പോ 1 കൊല്ലം മുമ്പോ ഇവർ പറഞ്ഞു ഇതൊക്കെ നശിച്ചിട്ടുണ്ട്, ഞമ്മക്കിനി ഇതിനാവൂല എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന്റെ രാജിച്ച് ഞാൻ ചെയ്യൊന്നുമില്ല, ഒക്കെ നശിച്ചു പോയി എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ 10 ആളെ കിട്ടൂല ഞങ്ങൾക്ക്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ലീഗായത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അവസ്ഥയായത്? പറയടൂ, എന്തായതാണ്? പറയേ. ശിഹാബ് തങ്ങളും പൂക്കോയ തങ്ങളും ഒക്കെ മരിക്കുമ്പോൾ, ഹൈദരി തങ്ങൾ മരിക്കുമ്പോൾ അവരാരായിരുന്നു? ലീഗുമാണ്, അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളും തന്നെയാണ്. അവരാരാ? അള്ളാഹുവിന്റെ പരിഗണനയുടെ കണ്ണ് പതിഞ്ഞ ആളുകളാണ്. കോപത്തിന്റെ കണ്ണ് പതിഞ്ഞ ആളുകൾ അല്ല. എങ്ങാനും അവരെ ഇറങ്ങിപ്പോയ 10 ആൾ ബാക്കിയാവൂല. നിങ്ങൾ എന്ത് ആദർശ പ്രസ്ഥാനം ആയതുകൊണ്ട് കാര്യമല്ല. എന്തേ ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? നിങ്ങൾ ആദർശം പറഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാം. ഇതിനേക്കാൾ വലിയ ആദർശം പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ. എന്തേ ആളില്ലാത്ത 4 ആളില്ലാത്ത എന്താ? എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ പരിഗണനയുടെ കണ്ണ് അതിൻ്റെ മേൽ പതിഞ്ഞു. അങ്ങനത്തെ ആ വ്യക്തിയുടെ മേൽ പതിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികൾ ഒരു പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം വലിയ സംഭവം തന്നെയാണ്. അവിടെ ആ വ്യക്തികൾക്കാണ് പ്രാധാന്യം. വമൻ, ഏതൊരാൾ ലാഹവത്തുഹു, അയാളെ നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പരിഗണനയുടെ കണ്ണ് അയാളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഖഫ കുല്ലമാ യുഖാഫു അലൈഹി, അയാളെ മേൽ ഭയപ്പെടുന്ന ഏത് കാര്യവും അയാൾക്ക് വളരെ ലഘുവായിരിക്കും.
അദുവു ശത്രു പോലും യുഖരിദു അയാളെ പ്രശംസിച്ചുകൊണ്ടേ ഇരിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നും ശത്രുവരെ പറയണ്ടേ, അത് പൂക്കറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ്, ആശാകെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നമ്മളോട് പറയുന്നതാണ്. എന്തെങ്കിലും ക്ഷീണം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഓർമ്മപ്പെടുത്താൻ ലീഗ് ഇല്ലാതെ ആകരുത്, ലീഗ് ഇവിടെ നിലനിൽക്കൽ ആവശ്യമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അത് ഇല്ലാതെ ആകരുത്, അത് നിലനിൽക്കണം. എന്തുകൊണ്ട്? വലിയ വലിയ മനുഷ്യന്മാർ കഴിഞ്ഞു പോയ പ്രസ്ഥാനമാണത്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രത. അപ്പം അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ കേവലം ഒരു പുസ്തകം എഴുതാനല്ല, പുസ്തകമൊന്നും അല്ല വിഷയം. അള്ളാഹുവിൻ്റെ പരിഗണനയുടെ കണ്ണ് ആരുടെ മേൽ പതിഞ്ഞിട്ടുണ്ടോ അവരെവിടെ കയറിയിട്ടുണ്ടെങ്കിലും അവിടെ നമുക്ക് സന്തോഷം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ മദീനയിലേക്ക് ഓടുന്നത്? അവിടെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പരിഗണനയുടെ കണ്ണ് പതിഞ്ഞ മനുഷ്യൻ അവിടെയാണ് അഭയം തേടിയത്, പിന്നെ അവിടെയാണ് വഫാത്തായത്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ ഏറ്റവും നല്ല മണ്ണ് മദീനയാണ്. ഏതാണ് ഈ മദീന? ആർക്കും വേണ്ടാത്ത നാട്, പിന്നെ എല്ലാവർക്കും വേണ്ട നാടായി. അള്ളാഹുവിൻ്റെ പരിഗണനയുടെ ഏറ്റവും വലിയ കണ്ണ് പതിഞ്ഞ വ്യക്തി അവിടെ ജീവിച്ച് അവിടെ മരിച്ചു. അതുകൊണ്ട് ഈ ലോകത്ത് ഏത് മണ്ണിനേക്കാളും നമുക്ക് പ്രധാനപ്പെട്ട മണ്ണ് ഏതാ? മദീന. അതൊക്കെയാണ് അവിടെ നിന്ന് വായിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ്. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അൻവർ പത്തപ്പിരിയം 1000 രൂപ സ്ഥാപനം തുടങ്ങുകയാണ്. ഖൈറിലാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിലേക്ക്, നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് 1000 രൂപ സംഭാവന നീ സ്വീകരിക്കണമേ റബ്ബേ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ ഖൈറാക്കി കൊടുക്കണമേ റബ്ബേ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ ഖൈറാക്കി കൊടുക്കണമേ റബ്ബേ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ഖൈറും റഹ്മത്തും തുറന്നു കൊടുക്കണമേ റബ്ബേ. എല്ലാവിധ മുസീബത്തിൽ നിന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെയും നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ആയിഷ അരക്കിണർ 101 രൂപ. എല്ലാ റഹ്മത്തിൻ്റെ വാതിലും ആ സഹോദരിക്ക് കൊടുക്കുകയും അവർ രോഗത്തെ നീ ഷിഫയാക്കുകയും പ്രയാസത്തിന് അവരെ നീ രക്ഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഹംസത്തോട് 251 രൂപ അദ്ദേഹത്തിൻ്റെ സ്വതക്ക സ്വീകരിക്കുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. എല്ലാവർക്കും നീ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുകയും ഞങ്ങൾക്കും നീ തുറന്നു തരികയും ചെയ്യണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.